നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ക്യാച്ചറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തംബ്നെയിലിലൂടെ കണ്ടു കാണും. അതൊരു കീ ചെയിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം പേര് എഴുതിയിട്ടുള്ളൊരു കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് പേരമരത്തിൻ്റെ ഒരു കമ്പ്, പിന്നെ ഒരു പേപ്പർ കട്ടർ, ഒരു പെൻസില്. ഇത് മൂന്നും കൂടാതെ അല്പം വാർണിഷും കൂടെ ആവശ്യമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. നമ്മളൊരല്പം വണ്ണം കൂടിയ കമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും വണ്ണമുള്ള കമ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അല്പം കൂടി വണ്ണം കുറഞ്ഞത് എടുക്കാം. നമുക്കിപ്പോൾ പണി തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കമ്പിൻ്റെ പുറമേയുള്ള തൊലി ഒന്ന് ചെത്തിക്കളയണം. തൊലി മുഴുവനായിട്ട് കളഞ്ഞിരിക്കുകയാണ്. തൊലി പോയി കഴിയുമ്പോൾ ഇതിൻ്റെ കറ ഒരു ചുമല കോട്ടിങ് പോലെ പറ്റിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചീവിക്കളയണം. നമുക്കിത് ഒരു 10 സെൻറ്റിമീറ്റർ മാക്സിമം അതേ ആവശ്യമുള്ളൂ. ബാക്കി ഞാൻ ചെയ്യുമ്പോൾ പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക് ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഫസ്റ്റ് ഒരു വശം ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ കണ്ടിച്ച് കളയും. ഈ പേരമരത്തിൻ്റെ കമ്പിന് അല്പം ബലമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേരമരത്തിൻ്റെ കമ്പ് എടുക്കുന്നത്. ഇതുപോലെ ബലമുള്ള കമ്പ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെടുക്കാൻ നേരത്ത് ഇതിൻ്റെ സെൻറ്റർ കൊണ്ട് ഒരു മുട്ട് കണ്ടോ? ആ ഭാഗത്ത് ഇതിനൊരു വിടവുള്ളതാണ് കമ്പിന്. അപ്പം അത്രയും നമുക്ക് താഴത്തോട്ട് പോകേണ്ടതില്ല. അടുത്തതായിട്ട് നമുക്കിതിൽ എന്താണോ എഴുതേണ്ടത് ആ ലെറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് ഇതിന് കള്ളി വരച്ചു കൊടുക്കണം. നമ്മൾ എഴുതാൻ പോകുന്നത് ഡ്രീം ക്യാച്ചർ എന്നാണ്. അത് മേളിലും താഴെയായിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഇതിലിടുന്നു. മേളിൽ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ താഴെ ക്യാച്ചർ എന്നുള്ളതിൻ്റെ സ്പേസാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് 7 ലെറ്റർ ഉണ്ട്. 1 2 1 2 3 4 5 6 7 എണ്ണമായിട്ടുണ്ട്. മേളിൽ നമുക്ക് 5 ലെറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ ഇതിൻ്റെ നേരെ മേളിൽ തന്നെ വരച്ചാൽ മതി. 1 2 3 4 5 1 2 3 4 5. ഇനി നമുക്കിതിൽ ലെറ്റേഴ്സ് എഴുതണം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഡ്രീം എന്നുള്ളതിൻ്റെ ആണ്. D R അല്ലോ, ഡ്രീം ക്യാച്ചർ. ഇനി നമുക്കിത് വെട്ടിയെടുക്കണം. അതിന് മുമ്പ് നമുക്കിവിടെ ഈ രീതിയിൽ നമുക്ക് 2 സൈഡിൽ നിന്നും കളയണം. ഇവിടുന്നും കളയണം.
നമ്മൾ രണ്ട് സൈഡിലും ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഇതെടുത്ത് കളയണം. അങ്ങനെ നമ്മൾ അതിൻ്റെ 4 സൈഡിൽ നിന്ന് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓരോ അക്ഷരത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും വെട്ടിയെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ വലിയൊരു ഗ്യാപ്പുണ്ട്, അതും കൂടി കളഞ്ഞേക്കാം. രണ്ട് വലിയ ഗ്യാപ്പും കളഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കുള്ള സ്പേസ് കളയാം. കണ്ടോ, എല്ലാ അക്ഷരങ്ങളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ നമ്മൾ കളഞ്ഞിരിക്കുകയാണ്. ഇനി ഓരോ അക്ഷരത്തിൻ്റെയും ഷേപ്പിനനുസരിച്ച് നമ്മൾ അവിടെയുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളും കൂടെ കളയണം. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യണം, ആരും കയ്യൊന്നും മുറിക്കരുത്. പിന്നെ ഈ ഓരോ ലെറ്ററിൻ്റെയും സൈഡ് എടുക്കാൻ നേരത്ത് കയറിപ്പോകാതെയും സൂക്ഷിക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഏകദേശം എഴുതിയിരിക്കുകയാണ്. കണ്ടോ, ഡ്രീം ക്യാച്ച് വ്യക്തമായിട്ട് കാണാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിനി ഇതിൻ്റെ വീതി ഒന്ന് കുറച്ചെടുക്കണം. ഏകദേശം ഒരു 3 മില്ലിമീറ്റർ കനം മതി. അപ്പോൾ അത് അത്രയും നിർത്തിക്കൊണ്ട് ബാക്കി നമുക്ക് ചെത്തിക്കളയണം. നമുക്ക് വേണ്ട കനം കണക്കാക്കിക്കൊണ്ട് ഇതുപോലെ പെൻസിലിനോ പേനയ്ക്കോ ഒന്ന് വരച്ചു കൊടുക്കുക. അതാകുമ്പോൾ ചെത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കനം കുറക്കാൻ തുടങ്ങാം. ഇതുപോലെ മയം ചെത്തി കൊടുക്കുക. എപ്പോഴും താഴോട്ട് തന്നെ ചെത്തുക. തിരിച്ച് ചെത്തുകയാണെങ്കിൽ ചിലപ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളതിൻ്റെ കനം കുറച്ചിരിക്കുകയാണ്. മാത്രമല്ല രണ്ട് സൈഡും ക്ലീൻ ചെയ്തിരിക്കുകയാണ്. വീതി കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബുള്ളറ്റിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. മാത്രമല്ല ഇതിൽ ചെറിയൊരു ഹോൾ വിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെയിനിൽ ഇത് ലോക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെ കീ ചെയിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്നും ചെറുതായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചിട്ട് ചെറിയൊരു ദൂരം ഇട്ട് കൊടുക്കണം. നമ്മൾ ഒരു കമ്പി ചൂടാക്കിയിട്ടാണ് അവിടെ ദൂരം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ദൂരം ഇടാം. ദൂരം ഇടാനുള്ള കമ്പി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. കമ്പി ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ചെറുതായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കണം. ദൂരം വീണിട്ടില്ല, ചെറുതായിട്ടേ കുഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒന്നുകൂടെ ചൂടാക്കാം. ഇത്തവണ ദൂരം വീണിരിക്കുകയാണ്. കണ്ടോ, കമ്പി തുളഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാർണിഷ് മുക്കിയെടുക്കണം. അപ്പോൾ വാർണിഷ് മുക്കാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വാർണിഷ് മുക്കുവാണ്. നമ്മളൊരു ചെറിയ കമ്പിയിൽ നമ്മുടെ കീ ചെയിൻ കോർത്തിട്ടിട്ടാണ് മുക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ബ്രഷ് വെച്ച് നേരിട്ട് കീ ചെയിനായിട്ട് ഇത് അടിച്ചു കൊടുത്താലും ചെയ്യാം. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഒരു ദിവസം വേണ്ടി വരും ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ചെയിനിൽ കോർത്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കീ ചെയിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് വാർണിഷ് ഉണങ്ങിയതിന് ശേഷം ചെറിയൊരു ചെയിൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇത് നമ്മൾ മുമ്പ് ചെയ്തൊരു കീ ചെയിനാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ പേരും മറ്റൊരു സൈഡിൽ നമ്പറുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. നിങ്ങളുടെ കീ ചെയിൻ്റെ ഒരു സൈഡിൽ പേരും മറ്റൊരു സൈഡിൽ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്ക് കളർ ചെയ്ത് കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ വാർണിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൽ ഡിസൈനിങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. ഇനിയും ഒരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഈസ് ബിൻസിലാൽ സൈനിങ് ഓഫ്.